Hi students, welcome to Bosco Campus Vision. I am Clinton Clement, Assistant Professor, Department of Commerce, Don Bosco College, Kottayam. In this lecture, we will be discussing about risk analysis, the second step included in the process of risk management. In a risk management process, after identifying risk attached to any project, it should be analyzed as to its likelihood of negative effects on the project. It would help to take measures to reduce the effect of the risk and in certain case to eliminate them altogether. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ റിസ്ക് മാനേജ്മെന്റ് പ്രോസസ്സിന്റെ ആദ്യത്തെ സ്റ്റെപ്പായ റിസ്ക് ഐഡന്റിഫിക്കേഷനെ കുറിച്ച് പഠിച്ചിരുന്നു. ഒരു പ്രോജക്റ്റിനകത്ത് ഉണ്ടാവാൻ സാധ്യതയുള്ള എല്ലാ തരത്തിലുള്ള പൊട്ടൻഷ്യൽ റിസ്കിനെയും ഐഡന്റിഫൈ ചെയ്ത് അതിനെ ചെക്ക് ലിസ്റ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് റിസ്ക് ഐഡന്റിഫിക്കേഷൻ പ്രോസസ്സ് എന്ന് പറയുക. ആഫ്റ്റർ റിസ്ക് ഐഡന്റിഫിക്കേഷൻ അടുത്തതായിട്ട് നമ്മൾ റിസ്ക് മാനേജ്മെന്റ് പ്രോസസ്സിനകത്ത് കണ്ടക്ട് ചെയ്യുന്ന പ്രോസസ്സാണ് റിസ്ക് അനലൈസിസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ റിസ്ക് ഐഡന്റിഫിക്കേഷന് കണ്ടുപിടിച്ച ഓരോ റിസ്ക്കും ഏത് തരത്തിലാണ് പ്രോജക്റ്റിനെ എഫക്ട് ചെയ്യാൻ പോകുന്നത്, നെഗറ്റീവ്ലി എഫക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഏത് തരത്തിലാണ് നെഗറ്റീവ്ലി എഫക്ട് ചെയ്യുന്നത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന ഒരു പ്രോസസ്സാണ് റിസ്ക് അനലൈസിസ് എന്ന് പറയുന്നത്. ഇത്തരത്തിൽ റിസ്ക് അനലൈസിസ് കണ്ടക്ട് ചെയ്യുന്ന വഴി ഒരു റിസ്കിനെ കൺട്രോൾ ചെയ്യാനും ആ റിസ്കിന്റെ എഫക്ട്സ് റെഡ്യൂസ് ചെയ്യാനും ചില കേസുകളിൽ ആ റിസ്കിനെ മൊത്തത്തിൽ ഒഴിവാക്കാനുമായിട്ട് ഒരു പ്രോജക്റ്റിന് സാധിക്കും. അപ്പോൾ ഒരു റിസ്ക് മാനേജ്മെന്റ് പ്രോസസ്സിനകത്ത് 5 സ്റ്റെപ്സ് ആണ് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. റിസ്ക് ഐഡന്റിഫിക്കേഷൻ, റിസ്ക് അനലൈസിസ്, റിസ്ക് അസസ്മെന്റ്, റിസ്ക് റെസ്പോൺസ് ആൻഡ് റിസ്ക് മിറ്റിഗേഷൻ. റിസ്ക് ഐഡന്റിഫിക്കേഷൻ എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇന്നത്തെ ഈ സെക്ഷനിൽ നമ്മൾ റിസ്ക് അനലൈസിസ് എന്നാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. Risk analysis refers to the process of evaluating the nature and scope of expected and unexpected setbacks that may derail or destroy the achievement of investment goals. അതായത് ഒരു പ്രോജക്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന അൺഎക്സ്പെക്റ്റഡ് ആൻഡ് എക്സ്പെക്റ്റഡ് ഇവൻറ്റ്സ് നമ്മുടെ പ്രോജക്റ്റിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഗോളിലേക്ക് അച്ചീവ് ചെയ്യാൻ അല്ലെങ്കിൽ ആ ഒരു ഗോളിനെ നെഗറ്റീവ്ലി ഇമ്പാക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു അൺഎക്സ്പെക്റ്റഡ് ഇവൻറ്റിനെയാണ് നമ്മൾ റിസ്ക് എന്ന് പറയുന്നത്. ഈ റിസ്കിനെ നമ്മൾ കഴിഞ്ഞ സ്റ്റെപ്പിൽ റിസ്ക് ഐഡന്റിഫിക്കേഷൻ സ്റ്റേജിൽ എന്തൊക്കെയാണ് ഒരു പ്രോജക്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ സാധ്യതയുള്ള എക്സ്പെക്റ്റഡ് ആയിട്ടുള്ളതും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള റിസ്കുകൾ ഏതൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്തു. ഈ ഐഡന്റിഫൈ ചെയ്ത റിസ്കിൻ്റെ നേച്ചറും സ്കോപ്പും മനസ്സിലാക്കുകയാണ് നമ്മൾ റിസ്ക് അനലൈസിസിനകത്ത് ചെയ്യുന്നത്. It involves how project outcomes and objectives might change due to the impact of the risk events. ഇത്തരത്തിൽ റിസ്ക് അനാലിസിസിനകത്ത് നമ്മൾ ചെയ്യുന്നത് ഒരു പ്രോജക്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന റിസ്ക് എത്രത്തോളം ആ പ്രോജക്റ്റിന്റെ ഔട്ട്കമ്മിനെ എഫക്റ്റ് ചെയ്യുന്നു, എത്രത്തോളം ആ പ്രോജക്റ്റിന്റെ ഒബ്ജക്റ്റീവിനെ ഇമ്പാക്റ്റ് ചെയ്യുന്നു എന്നെല്ലാം മനസ്സിലാക്കുന്ന ഒരു പ്രോസസ്സാണ് റിസ്ക് അനലൈസിസ് എന്ന് പറയുന്നത്. Once the risks are identified, they are analyzed to identify the qualitative and quantitative impact of the risk on projects so that appropriate steps can be taken to mitigate them. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റിസ്ക് ഐഡന്റിഫിക്കേഷനകത്ത് ഒരു പ്രോജക്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന റിസ്ക് ഏതൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഓരോ റിസ്കിനെയും നമ്മൾ അനലൈസ് ചെയ്യുന്നത് വഴി ആ റിസ്കിന്റെ ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ഇമ്പാക്ട് എന്തൊക്കെയാണ് ആ പ്രോജക്റ്റിൽ ക്വാളിറ്റേറ്റീവ് ആയിട്ടും ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടും ഇമ്പാക്ട് ചെയ്യാൻ സാധ്യതയുള്ളതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത്രത്തോളം ആ റിസ്കിനെ കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ ആ റിസ്കിനെ റെഡ്യൂസ് ചെയ്യാനായിട്ട് റിസ്ക് അനലൈസിസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. Now let us see what are the different types of risk analysis. At first, qualitative risk analysis. It is the method of prioritizing individual project risk for further analysis by assessing their probability of existence and impact as well as other characteristics. അപ്പോൾ നമ്മൾ റിസ്ക് ഐഡന്റിഫിക്കേഷൻ സ്റ്റേജിനകത്ത് എന്തൊക്കെയാണ് ഒരു പ്രോജക്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന റിസ്ക് എന്ന് ഐഡന്റിഫൈ ചെയ്ത് ചെക്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്തതിന് അതിനുശേഷമാണ് റിസ്ക് അനലൈസിസ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. റിസ്ക് അനലൈസിസിനകത്ത് 2 ടൈപ്പിലാണ്. ഫസ്റ്റ് ക്വാളിറ്റേറ്റീവ് റിസ്ക് അനലൈസിസ്. ക്വാളിറ്റേറ്റീവ് റിസ്ക് അനലൈസിസിനകത്ത് നമ്മൾ ചെയ്യുന്നത് പ്രയോറിറ്റൈസ് ചെയ്യുകയാണ്. അതായത് ആ റിസ്കിന് നമ്മുടെ പ്രോജക്റ്റുമായിട്ട് എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ട്, എത്രത്തോളം സാധ്യതയുണ്ട് ആ റിസ്ക് ഉണ്ടാവാൻ എന്നെല്ലാം അനലൈസ് ചെയ്തതിന് ശേഷം ഓരോ റിസ്കിനെയും ആ ഒരു പ്രോജക്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ സാധ്യതയുള്ള
ഓരോ റിസ്കിനെയും പ്രയോറിറ്റൈസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ക്വാളിറ്റേറ്റീവ് റിസ്ക് അനലൈസിസ്. ഇറ്റ് ഐഡന്റിഫൈസ് ദ മെയിൻ റിസ്ക് സോഴ്സ് ഓർ ഫാക്ടേഴ്സ് വിത്ത് ഹെൽപ്പ് ഓഫ് ചെക്ക് ലിസ്റ്റ്, ഇന്റർവ്യൂസ് ഓർ ബ്രെയിൻ സ്റ്റോമിംഗ് സെക്ഷൻസ്. ഒരു പ്രോജക്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന മെയിൻ റിസ്ക് സോഴ്സ് അല്ലെങ്കിൽ എന്തൊക്കെ ഫാക്ടേഴ്സ് കാരണമായിട്ടാണ് ആ ഒരു പ്രോജക്റ്റിൽ റിസ്ക് ഇൻക്ലൂഡ് ആയിരിക്കുന്നത് എന്ന് പല വിധത്തിലുള്ള ടെക്നിക്സ് നമ്മൾ റിസ്ക് ഐഡന്റിഫിക്കേഷൻ സ്റ്റേജിൽ യൂസ് ചെയ്ത ചെക്ക് ലിസ്റ്റ്, ഇന്റർവ്യൂസ് ആൻഡ് ബ്രെയിൻ സ്റ്റോമിംഗ് സെക്ഷൻ ഇത്തരത്തിലുള്ള ടെക്നിക്സ് യൂസ് ചെയ്തുകൊണ്ട് റിസ്കിനെ ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. ദ അനലൈസ്ഡ് റിസ്ക് ആർ സ്കോർഡ് ബേസ്ഡ് ഓൺ ദ പ്രോബബിലിറ്റീസ് ഓർ likelihood of occurring and the impact on project objectives if they occur. അപ്പോൾ ഇത്തരത്തിൽ ഐഡന്റിഫൈ ചെയ്ത റിസ്കിനെ അനലൈസ് ചെയ്തതിന് ശേഷം അവർക്കൊരു സ്കോർ പ്രൊവൈഡ് ചെയ്യുക. അതായത് ഏതാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവാൻ സാധ്യത അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ ഒബ്ജക്റ്റീവിനെ ഇമ്പാക്റ്റ് ചെയ്യുന്ന റിസ്ക് ഏതാണ് എന്ന തരത്തിൽ നമ്മൾ റാങ്ക് ചെയ്യുന്ന പോലെ ഒരു സ്കോർ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ക്വാളിറ്റേറ്റീവ് റിസ്ക് അനാലിസിസ്. The primary goal of qualitative risk analysis is to determine which risks are of high priority and which are not. ഇത്തരത്തിൽ ക്വാളിറ്റേറ്റീവ് റിസ്ക് അനാലിസിസ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഏത് റിസ്ക് ആണ് ആ പ്രോജക്റ്റിനെ ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യാൻ സാധ്യത അല്ലെങ്കിൽ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് അല്ലാത്ത റിസ്ക് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്വാളിറ്റേറ്റീവ് റിസ്ക് അനാലിസിസ് കണ്ടക്ട് ചെയ്യുന്നത്. On analyzing the urgency of attending each risk, the effect of each risk can be reduced to minimum effect. It also helps to schedule the risk management more effectively. ഇത്തരത്തിൽ ക്വാളിറ്റേറ്റീവ് റിസ്ക് അനാലിസിസ് കണ്ടക്ട് ചെയ്യുന്ന വഴി നമ്മൾ റിസ്ക് ഐഡന്റിഫിക്കേഷന് കണ്ടുപിടിച്ച എല്ലാ റിസ്കിനെയും അനലൈസ് ചെയ്തതിന് ശേഷം പ്രയോറിറ്റൈസ് ചെയ്യാൻ പറ്റും. ഏത് റിസ്കിനെ ആദ്യമേ ഹാൻഡിൽ ചെയ്യണം, റിസ്ക് മാനേജ്മെന്റ് പ്രോസസ്സ് നമുക്ക് കൃത്യമായിട്ട് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും. ഏത് റിസ്കിനെ ആദ്യമേ മാനേജ് ചെയ്യണം, അതിനുശേഷം ഏതിനെ മാനേജ് ചെയ്യണം, ഏതിനാണ് ലെസ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് എന്ന തരത്തിൽ ഒരു റിസ്ക് മാനേജ്മെന്റിനെ കൃത്യമായിട്ട് ഷെഡ്യൂൾ ചെയ്യാനായിട്ട് ക്വാളിറ്റേറ്റീവ് റിസ്ക് അനാലിസിസ് നമ്മളെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. The second type of risk analysis is quantitative risk analysis. It is the method of numerically investigating the combined impact of identified single project risk and other source of uncertainty on overall project objectives. ക്വാണ്ടിറ്റേറ്റീവ് റിസ്ക് അനാലിസിസ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഒരു ന്യൂമറിക്കൽ ഇൻവെസ്റ്റിഗേഷൻ ആണ്. അതായത് ഒരു ഇൻ ടേംസ് ഓഫ് എമൗണ്ട് നമുക്ക് കൃത്യമായിട്ടുള്ള എമൗണ്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും ക്വാണ്ടിറ്റേറ്റീവ് റിസ്ക് അനാലിസിൻ്റെ അകത്ത്. മറ്റേത് ക്വാളിറ്റേറ്റീവിൻ്റെ അകത്ത് നമ്മൾ അതിൻ്റെ ഇമ്പാക്റ്റും മറ്റുമൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ന്യൂമറിക്കലി അത് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. ബട്ട് ക്വാണ്ടിറ്റേറ്റീവ് റിസ്ക് അനാലിസിൻ്റെ അകത്ത് കൃത്യമായിട്ട് ന്യൂമറിക്കലി എത്രത്തോളം ഇമ്പാക്റ്റ് ആ ഒരു റിസ്കിന് പ്രോജക്റ്റ് ഒബ്ജക്റ്റീവ്സിൽ ഓവറോളായി ഉണ്ടാകുമെന്ന് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യുന്ന ടെക്നിക്കാണ് ക്വാണ്ടിറ്റേറ്റീവ് റിസ്ക് അനാലിസിസ്. It involves more sophisticated techniques for analyzing risk. It usually requires computer softwares. അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്ക് ആയതുകൊണ്ട് തന്നെ ന്യൂമറിക്കൽ ടേംസ് ഇൻക്ലൂഡ് ചെയ്യുന്നത് കൊണ്ട് കുറച്ചുകൂടെ സോഫിസ്റ്റിക്കേറ്റഡ് ടെക്നിക്കാണ്. ഒരു കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ഒക്കെ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിൽ റിസ്ക് അനാലിസിസ് കണ്ടക്ട് ചെയ്യുന്നത്. It is a process of determining the level of impact of each risk and പ്രയോറിറ്റൈസിങ് ഫോർ മാനേജ്മെൻറ്റ് ആക്ഷൻ. നമ്മൾ ക്വാളിറ്റേറ്റീവ് അനാലിസിസ് ചെയ്ത പോലെ ഓരോ റിസ്കിനെയും ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ പ്രയോറിറ്റൈസ് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുക. അതായത് ഏതാണ് ഏറ്റവും പ്രയോറിറ്റൈസ് ചെയ്യേണ്ട റിസ്ക് അല്ലെങ്കിൽ ഏറ്റവും പ്രോജക്റ്റിൻ്റെ ഇമ്പാക്റ്റ് വരുത്താൻ സാധ്യതയുള്ള റിസ്ക് ഏതാണെന്ന് കൺസിഡർ ചെയ്തതിന് ശേഷം മാനേജ്മെൻറ്റ് ആക്ഷനായിട്ട് പ്രൊവൈഡ് ചെയ്യുക. It quantifies the possible outcomes for the project and assesses the probability of achieving specific project objectives. കൃത്യമായിട്ടുള്ള ടേംസിൽ പ്രോജക്റ്റിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും, പോസിബിൾ ഔട്ട്പുട്ട് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ക്വാണ്ടിറ്റേറ്റീവ് റിസ്ക് അനാലിസിസ് ഹെൽപ്പ് ചെയ്യും. അത് മാത്രമല്ല എത്രത്തോളം പ്രോബബിലിറ്റി ഉണ്ട് നമ്മുടെ പ്രോജക്റ്റിൻ്റെ സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ എത്രത്തോളം പ്രോബബിലിറ്റി ഉണ്ട് എന്നും കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ ക്വാണ്ടിറ്റേറ്റീവ് റിസ്ക് അനാലിസിസ് നമ്മൾ ഹെൽപ്പ് ചെയ്യും. Qualitative risk analysis gives a general indication of the urgency of individual risk. A quantitative analysis is numerically driven and is usually much more complex. ക്വാളിറ്റേറ്റീവ് റിസ്ക് അനാലിസിസ് എന്ന് പറയുന്നത് ജനറൽ ആയിട്ട് ഏത് റിസ്ക് ആണ് ഏറ്റവും ഇമ്പാക്റ്റ് ഉണ്ടാവാൻ സാധ്യത ഉള്ളത് എന്ന് ചൂണ്ടിക്കാണിക്കുന്നെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് റിസ്ക് അനാലിസിസ് എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള ന്യൂമറിക്കൽ ടേംസ് കൊണ്ട് ആ റിസ്ക് എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാവുന്നുണ്ട്, ആ റിസ്ക് എത്രത്തോളം എഫക്റ്റീവ് ആണ് എന്നെല്ലാം പ്രൂവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്ത മെത്തേഡാണ് ക്വാണ്ടിറ്റേറ്റീവ് റിസ്ക് അനാലിസിസ്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള ടെക്നിക്കാണ് ക്വാണ്ടിറ്റേറ്റീവ് റിസ്ക് അനാലിസിസ്. അപ്പോൾ ഇത്തരത്തിൽ ഒരു പ്രോജക്റ്റിൻ്റെ റിസ്ക് അനലൈസ് ചെയ്യാനായിട്ടുള്ള രണ്ട് ടെക്നിക്സ് ആണ് qualitative and quantitative risk analysis.
At next, let us see what are the objectives of risk analysis. To decide whether a project should be accepted or rejected. നമ്മൾ ഇത്തരത്തിലൊരു അനാലിസിസ് കണ്ടക്ട് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്ന പ്രോജക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്ന പ്രോജക്റ്റ് പ്രപ്പോസൽ റിസ്ക് അനലൈസ് ചെയ്തതിന് ശേഷം ആ പ്രോജക്റ്റ് അക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ എന്നുള്ള ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റിസ്ക് അനാലിസിസ് കണ്ടക്ട് ചെയ്യുന്നത്. To take steps to avoid, minimize and manage risk. റിസ്കിനെ മാനേജ് ചെയ്യാൻ ആ ഒരു പ്രോജക്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന റിസ്കിനെ ഒരു പരിധിവരെ അവോയ്ഡ് ചെയ്യുക, ഉണ്ടാവുന്ന കേസ് ആണെങ്കിൽ അതിനെ മിനിമൈസ് ചെയ്യുക അല്ലെങ്കിൽ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് റിസ്ക് അനാലിസിസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. To minimize the liabilities of the project and ensure its path to successful completion. ആ പ്രോജക്റ്റിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന ലയബിലിറ്റീസിനെ മിനിമൈസ് ചെയ്യുക, അത് മാത്രമല്ല ആ ഒരു പ്രോജക്റ്റ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആവാനായിട്ടുള്ള പാത്ത് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് റിസ്ക് അനാലിസിസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ടു ക്രിയേറ്റ് അവയർനെസ് ഓഫ് ഹസാർഡ്സ് ആൻഡ് റിസ്ക്. ആ പ്രോജക്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന ദോഷകരമായ കാര്യങ്ങൾ എന്തൊക്കെയാണ്, റിസ്ക് എന്തൊക്കെയാണ് എന്ന് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാനും അതിനെക്കുറിച്ചുള്ള അവയർനെസ് ക്രിയേറ്റ് ചെയ്യാനുമാണ് നമ്മൾ റിസ്ക് അനാലിസിസ് യൂസ് ചെയ്യുന്നത്. ടു ഐഡന്റിഫൈ ദ പേഴ്സൺ ഹൂ മേ ബി അറ്റ് റിസ്ക്, ദാറ്റ് ഈസ് എംപ്ലോയീസ്, പബ്ലിക് എക്സെട്ര. ഈ ഒരു പ്രോജക്റ്റ് കൊണ്ട് ആർക്കൊക്കെയാണ് റിസ്ക് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ആർക്കൊക്കെയാണ് റിസ്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നത്, എംപ്ലോയീസിനാണോ പബ്ലിക്കിനാണോ ആർക്കാണ് ആ റിസ്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നത് എന്ന് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ റിസ്ക് അനാലിസിസ് ഹെൽപ്പ് ചെയ്യുന്നു. To complete the project and fulfill the performance objectives within the scheduled time, project cost, etc. നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത പോലെ നമ്മൾ പ്ലാൻ ചെയ്ത ഷെഡ്യൂളിൻ്റെ അകത്ത് തന്നെ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ കൃത്യമായിട്ട് റിസ്കിനെ അനലൈസ് ചെയ്ത് അതിനെ എങ്ങനെ മാനേജ് ചെയ്യാമെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ കൃത്യമായിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത പോലെ ഷെഡ്യൂൾഡും കോസ്റ്റിലും ആ പ്രോജക്റ്റിനെ കംപ്ലീറ്റ് ചെയ്യാനേ പറ്റുള്ളൂ. അപ്പോൾ ഇത്തരത്തിലാണ് ഒരു റിസ്ക് അനലൈസിസിൻ്റെ പലതരത്തിലുള്ള ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ റിസ്ക് മാനേജ്മെന്റ് പ്രോസസ്സിന്റെ രണ്ടാമത്തെ സ്റ്റെപ്പായ റിസ്ക് അനലൈസിസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. എന്താണ് റിസ്ക് അനലൈസിസ്, എന്തൊക്കെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിസ്ക് അനലൈസിസ് ആണുള്ളത്, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ഒബ്ജക്റ്റീവ്സ് ഓഫ് റിസ്ക് അനലൈസിസ്, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അത് തന്നെയാണ് ഞാനിവിടെ ക്വസ്റ്റ്യൻ ആയിട്ട് തന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായതിൻ്റെ ബേസിൽ കൃത്യമായിട്ട് ആൻസേഴ്സ് വായിച്ച് പ്രിപ്പയർ ചെയ്യുക. താങ്ക് യു ഫോർ ലിസ്ണിംഗ്. ഹാവ് എ നൈസ് ഡേ.